ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വിശേഷപ്പെട്ട എക്സാമിന് വരാൻ സാധ്യതയുള്ള സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടുപോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട്ബുക്ക് എടുക്കണം, പെന്നെടുക്കണം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യണം. അറിയാത്ത കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്യാവൂ. ഓക്കെ. എന്നിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നോട്ട്ബുക്ക് തുറന്ന് വെച്ചിട്ട് വേണം സോൾവ് ചെയ്യാൻ. ഒരു ഫോർമുലയും ഒരു ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടത് തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള ടൂൾ ഇതിനകത്തുണ്ടാവും. എടുക്കുക, അപ്ലൈ ചെയ്യുക. പിന്നെ ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട, എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഫസ്റ്റ് റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, അതായത് ഒരു തിൻ അലൂമിനിയം ഷീറ്റിലേക്ക് നമ്മൾ സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതൊരു ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിനും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അടുത്തെത്തുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ ത്രൂ വിച്ച് ദി ആൽഫ പാർട്ടിക്കിൾ ഗെറ്റ്സ് ഡിഫ്ലക്റ്റഡ്, അതിന് നമ്മൾ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്നാണ് പറയുക. അതാണ് ഇപ്പോൾ ഈ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി വെക്ടർ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, അതാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വെലോസിറ്റി വെക്ടർ. ഓക്കെ. ആ വെലോസിറ്റി വെക്ടറിലേക്ക് ന്യൂക്ലിയസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് ഫാർ എവേ ഫ്രം ദ ന്യൂക്ലിയസ്, അതായത് ഈ ന്യൂക്ലിയസിൻ്റെ ഇഫക്റ്റ് ഒന്നും കൺസിഡറബിൾ അല്ലാത്ത ഒരു ഡിസ്റ്റൻസ്. ഓക്കെ. അതായത് നോക്കൂ, ഇവിടെ വളരെ അകലെയാകുമ്പോൾ ഈ ഡിസ്റ്റൻസാണ് വരിക, ഈ ഡിസ്റ്റൻസ്. ഓക്കെ. ഇതാണ് ന്യൂക്ലിയസിലേക്കുള്ള ലൈന്. ആ ലൈനിൽ നിന്ന് വെലോസിറ്റി വെക്ടർ ഇതാണ്, അതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്. ഓക്കെ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി വെലോസിറ്റി വെക്ടർ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദ ന്യൂക്ലിയസ് when it is far away from the nucleus, അതിന് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്നാണ് പറയുക. ആ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 1/4πε0 ZE². പിന്നെ അടിയിലുള്ളത് എന്താ? കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി. പിന്നെ എന്താ? cot θ/2 എന്നാ. അതിൽ ഈ ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇമ്പാക്ട് പാരാമീറ്റർ 0 ആണെങ്കിൽ നോക്കൂ, ഈ B 0 ആണെങ്കിൽ നേരെ എങ്ങനെ വരണം? ന്യൂക്ലിയസിലേക്ക് വരണം. B 0 ആണെങ്കിൽ നോക്കൂ, ലെഫ്റ്റ് സൈഡ് 0 ആണെങ്കിൽ നോക്കൂ, ഇതൊന്നും 0 അല്ല. ഓക്കെ. അപ്പോൾ പിന്നെ എന്ത് 0 ആണ്? cot θ/2 0 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ θ/2 90 ആണ്. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. തീറ്റ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ഈസ് 180 ഡിഗ്രി വെൻ an alpha particle is heading directly towards the nucleus. നേരെ ന്യൂക്ലിയസിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ സഫർ എ ഡീവിയേഷൻ ഓഫ് 180 ഡിഗ്രി. 180 ഡിഗ്രി ഡീവിയേഷൻ പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോയത് നേരെ തിരിച്ചു വരുന്ന, ഇറ്റ് വിൽ റീട്രേസ് ഇറ്റ്സ് പാത്ത്. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ വളച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഏതാ സംഭവം എന്നറിയോ? ഇത് നോക്കൂ, ഇത് ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടുന്ന് വേറൊരു ലൈനാണ്. അത് ആക്ച്വലി അതേ ലൈനിലൂടെയാണ് തിരിച്ചു വരിക. 180 ഡിഗ്രി ഡീവിയേഷൻ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നോക്കൂ, വെൻ B = 0 ഇമ്പാക്ട് പാരാമീറ്റർ, അപ്പോൾ cot θ/2 0 ആണ്, θ/2 90 ആണ്, ഡീവിയേഷൻ എത്രയാണ്? θ = 180 ഡിഗ്രി. പിന്നെ എന്താ സംഭവിക്കുന്നത് എന്നറിയോ? മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ അലൂമിനിയം ഫോയിൽ വിത്തൗട്ട് എനി അപ്രീഷ്യബിൾ ഡിഫ്ലക്ഷൻ. പറയത്തക്ക ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ മെജോറിറ്റി പാർട്ടിക്കിൾസും കടന്നു പോകും. അതായത് എന്താ പറയുക? ഇറ്റ് വിൽ പാസ് ത്രൂ ദ മെറ്റൽ ഷീറ്റ് അൺഅഫക്റ്റഡ്. ഓക്കെ. ഡീവിയേഷൻ ഒന്നുമില്ല, ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. അതിൻ്റെ കാര്യം എന്താ? ഈ ആറ്റത്തിനകത്ത് മേജർ സ്പേസും വേക്കൻ്റ് ആണ്, ഒന്നുമില്ല, കാര്യമായിട്ട് മാസൊന്നുമില്ല, കാര്യമായിട്ട് ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇറ്റ് വിൽ ട്രാവൽ അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ഈ ആറ്റത്തിനകത്ത് ഒന്നുമില്ലാത്ത സ്പേസ് വളരെ കൂടുതലുണ്ടെന്ന്. മാത്രമല്ല ഈ ആറ്റത്തിൻ്റെ മാസും പോസിറ്റീവ് ചാർജും മെയിനായിട്ട് വളരെ ചെറിയൊരു വോളിയത്തിൽ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താണെന്നറിയോ? എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് ആണ്. ഒരു പർട്ടിക്കുലർ ആംഗിളിലൂടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താണ്? ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വളരെ കൂടുതലാണ്. എപ്പോൾ? ഡിഫ്ലക്ഷൻ ഈസ് വെരി സ്മോൾ. അതായത് കാര്യമായിട്ടുള്ള ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. മനസ്സിലാവുണ്ടോ? ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ ഇത് 180 ഡിഗ്രി എന്ന് വിചാരിച്ചോ, 180 ഡിഗ്രി. അപ്പോൾ അവിടുന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കട്ടെ? ഈ 180 ഡിഗ്രി ഡീവിയേഷൻ സഫർ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നോക്കൂ, എണ്ണം എന്താ? വളരെ കുറവാണ്. 180 ഡിഗ്രി ഡീവിയേഷൻ സഫർ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിൽ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ നേരെ ന്യൂക്ലിയസിലേക്ക് പോകുന്നുള്ളൂ. കാര്യം എന്താ? ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമാണ്.
ഓക്കെ, അതുകൊണ്ട് ആ ഡിറക്ഷനിൽ നേരെ പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം റിലേറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താണെന്നറിയോ, ഇതിനകത്ത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സി ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. നമ്മൾ അവിടുന്ന് ആൽഫ പാർട്ടിക്കിളിന് അങ്ങോട്ട് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, നമ്മൾ കല്ല് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയായി തീരുന്നത് വരെ മേലോട്ട് പോകും. ഓക്കെ, മുഴുവൻ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയായി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരും. അതേപോലെയാണ് ഇവിടെ. ഓക്കെ, ഇവിടുന്ന് കൈനറ്റിക് എനർജി അതിങ്ങനെ വരുമ്പോഴെന്താ, കൈനറ്റിക് എനർജി കുറയും, പൊട്ടൻഷ്യൽ എനർജി കൂടും. എന്ത് പൊട്ടൻഷ്യൽ എനർജി? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, തിരിച്ചു പോകുമ്പോഴെന്താ, അതിൻ്റെ വെലോസിറ്റി സീറോയാ. നമ്മൾ കല്ല് മേലോട്ടെറിഞ്ഞ് തിരിച്ചു വരുന്നത് എന്താ, വെലോസിറ്റി സീറോ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അതേപോലെ ആൽഫ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് കുറഞ്ഞ് സീറോ ആവും, അവിടുന്ന് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി സീറോ ആവും. ഇപ്പോൾ എന്താ, കൈനറ്റിക് എനർജി മുഴുവനായിട്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 12 mu². ഓക്കെ, അത് ഈ ന്യൂക്ലിയസ് പിന്നെന്താ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, 1/4πε0. ഓക്കെ, ആ ന്യൂക്ലിയസ് പിന്നെ Q1 Q2/R എന്നാ വരണ്ടേ. അതിൽ Q1 പറഞ്ഞ ആൽഫ പാർട്ടിക്കിളിൻ്റെ 2e, Q2 പറഞ്ഞ ന്യൂക്ലിയസിൻ്റെ ZE. അപ്പോൾ 2e × ZE, അപ്പോൾ എന്താ വരിക, 2ZE² വരും. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് R0 = 1/4πε0 2ZE² / 12 mu². ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പോഴെന്താണ്, പുതുതായിട്ടൊന്നും നിങ്ങൾ പഠിക്കാനില്ല. നോക്കൂ, കൈനറ്റിക് എനർജി = പൊട്ടൻഷ്യൽ എനർജിയാ. പൊട്ടൻഷ്യൽ എനർജി എന്താ, 1/4πε0 Q1 Q2/R. അതിൽ Q1 പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾ 2e, Q2 പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് ZE. ഓക്കെ, ഇനി എന്താണോ ഈ ഒരു കാര്യം നിങ്ങൾ, അതായത് ഒരു പർട്ടിക്കുലർ ആംഗിളിലൂടെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, ഓക്കെ, n, number of particles getting deflected through a certain angle theta directly proportional to 1/sin⁴ θ/2. ഈ നമ്മളുടെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നിങ്ങൾ അറിയേണ്ട, പ്രപ്പോർഷണൽ ടു എന്താണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആ സൈൻ വാല്യൂ തരുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസ് മാത്രമേ തരുള്ളൂ, ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ബോർസ് ആറ്റം മോഡൽ. ഇവിടെ ആറ്റത്തിൽ എന്താ പറയുക, മെജോറിറ്റി സ്പേസ് ഈസ് വേക്കൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് എന്താ, മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് വേർ ട്രാവൽഡ് അൺഡിഫ്ലക്റ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് പിന്നെന്താ, ദ ഹോൾ പോസിറ്റീവ് ചാർജ് ആൻഡ് ഓൾമോസ്റ്റ് ദ എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ വെരി സ്മോൾ റീജിയൻ കോൾഡ് ന്യൂക്ലിയസ്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ ബോസ് ആറ്റം മോഡലിൽ നമ്മൾക്ക് മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ, ഫെംറ്റോമീറ്റർ. അറ്റമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്, അത് ആങ്സ്ട്രംസ് ആണ്, ആങ്സ്ട്രംസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയസ് റേഡിയസിൻ്റെ എന്താ 10⁵5 ടൈംസ് ആണ് അറ്റമിക് റേഡിയസ്. അതായത് ന്യൂക്ലിയർ റേഡിയസിൻ്റെ 1,00,000 ടൈംസ് ആണ് എന്താ അറ്റമിക് റേഡിയസ്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ റിവോൾവ്, ഇലക്ട്രോൺസ് ക്യാൻ റിവോൾവ് ഓൺലി ഇൻ സർട്ടൈൻ പെർമിറ്റഡ് ഓർബിറ്റ്സ്. ഓക്കെ, കാര്യം എന്താ, ഇതിന് മുമ്പുണ്ടായിരുന്ന ആറ്റം മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൂദർഫോർഡ് ആറ്റം മോഡൽ. അവിടെ നമ്മൾ ഈ റൂദർഫോർഡ് ആറ്റം മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്നാ. അതായത് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യും എന്നുള്ളത് റൂദർഫോർഡ് പറഞ്ഞു. പക്ഷേ ഇവനെ ചാർജഡ് പാർട്ടിക്കിൾ ഈസ് ആക്സിലറേറ്റിംഗ്, ഇറ്റ് റേഡിയേറ്റ്സ് എനർജി. അപ്പോൾ ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്യും. എനർജി റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആ ഓർബിറ്റൽ റേഡിയസ് കുറഞ്ഞ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഫാൾ ടു ദ ന്യൂക്ലിയസ്. And Rutherford could not explain the stability of atom. That is why we discarded that the atom model. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്നറിയോ, ഇവിടെ ഇലക്ട്രോണിന് എല്ലാ ഓർബിറ്റിലും റിവോൾവ് ചെയ്യാൻ പറ്റില്ല, ചില പ്രത്യേക ഓർബിറ്റുകളിൽ മാത്രമേ റിവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ റേഡിയൈ ഓഫ് ദി ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ് ബൈ എ ക്വാണ്ടം കണ്ടീഷൻ. മനസ്സിലായില്ല? ആ ക്വാണ്ടം കണ്ടീഷൻ എന്താ, ദ ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാ. അതായത് MVR. അതിൽ v വിത്ത് സഫിക്സ് എന്ന് കൊടുത്തിരിക്കണം എന്താണെന്നറിയോ, വെലോസിറ്റി ഇൻ ദ nth ഓർബിറ്റ്. R വിത്ത് സഫിക്സ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്. ഓക്കെ, അത് nh/2π.
അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഈ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ്, വെറും ഒരു നമ്പറാണ്, യൂണിറ്റ് ഇല്ല. അതുപോലെ 2π പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനും യൂണിറ്റ് ഇല്ല, ആംഗിൾ ആണത്. അപ്പോൾ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും ഡയമെൻഷനും എന്താവും, ഈ ആംഗുലർ മൊമെന്റത്തിന്റെ യൂണിറ്റും ഡയമെൻഷനും ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഇവിടെയുണ്ട്, നമ്മൾ ഹൈഡ്രജൻ ആറ്റമാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രോട്ടോൺ മാത്രമേ ന്യൂക്ലിയസിലുള്ളൂ, ന്യൂട്രോൺ ഇല്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഇവിടെ എന്താ, നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ എന്നാ. ന്യൂക്ലിയസിനകത്ത് ഉള്ള അത് ഒരു പ്രോട്ടോൺ ആണ്. അപ്പോൾ ആ ഫോഴ്സ് എന്താ, പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ അട്രാക്ഷൻ E²/RN² വരും, വേർ RN ഈസ് ദ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്. ഓക്കെ, പിന്നെന്താ 1/4πε0 ഉണ്ട്. ദിസ് ഫോഴ്സ് പ്രൊവൈഡ്സ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. അവിടെയും v വിത്ത് സഫിക്സ് n, r വിത്ത് സഫിക്സ് n. വെലോസിറ്റി ഇൻ ദ nth ഓർബിറ്റ് ആൻഡ് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്. ഇനി ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇതാണ് ഇപ്പോൾ ഓർബിറ്റ്, ഇത് nth ഓർബിറ്റ് ആണ് വിചാരിച്ചു. nth ഓർബിറ്റ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ n ലാംഡ ആവും. ഇതാണ് ഒരു ലാംഡ. നോക്കൂ, ഒരു വേവ് ലെങ്ത്. അപ്പോൾ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഓഫ് ദി ബോർസ് ആറ്റം മോഡൽ വിൽ ബി ഈക്വൽ ടു n ലാംഡ, where lambda is the de Broglie wavelength of the electron. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, mvr, ദാറ്റ് ഈസ് ദ ആംഗുലർ മൊമെന്റം ഈസ് nh/2π. ഓക്കെ, അത് എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയാം. അതേ ഇവിടെ നോക്കൂ, ഇതാ ഇവിടെ 2πrn പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് ഈക്വൽ ടു n ലാംഡ. nth ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ n ലാംഡ, ലാംഡ de Broglie വേവ് ലെങ്ത്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, h/p ആണ്. എന്താ, പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം, അപ്പോൾ n h/p. ഓക്കെ, അപ്പോൾ ആ പി ഇങ്ങോട്ട് കൊണ്ടുപോവുക, 2π അങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോഴെന്താ വരിക, p × rn. പി എന്ന് പറഞ്ഞാൽ ലീനിയർ മൊമെന്റം, rn എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ്. അപ്പോൾ അത് ആംഗുലർ മൊമെന്റമാണ്. അപ്പോൾ ആംഗുലർ മൊമെന്റം ഈക്വൽ ടു nh/2π. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഈ ആംഗുലർ മൊമെന്റം പറഞ്ഞു കഴിഞ്ഞാൽ l വിത്ത് സഫിക്സ് n. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് nh, ഓക്കെ, ഡിവൈഡഡ് ബൈ 2π പറയാം, nh/2π. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. പിന്നെ ഇതെന്താ, ഇത് ക്വാണ്ടം കണ്ടീഷൻ. ഓക്കെ, ആംഗുലർ മൊമെന്റം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇനി എന്താ വേണ്ടതെന്ന് അറിയോ, ഇവിടെ നമുക്ക് ഒരു Rn ഉണ്ട്, റൈറ്റ്. ഇതാ ഇവിടെ റേഡിയസ് ഒരെണ്ണം ഉണ്ട്, അതേപോലെ ഇവിടെ എന്താ, ഇവിടെ ഇതാ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് നമുക്ക് v എന്താ കിട്ടുക, v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nh/2πmRn എന്ന് വരും. nh/2πmRn v, അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ mv² പറഞ്ഞു കഴിഞ്ഞാൽ വിയുടെ വാല്യൂ ഇവിടുന്ന് കിട്ടുന്ന nh/2πmRn കൊടുക്കുക, റൈറ്റ് സൈഡ് അതേപോലെ എഴുതുക. നോക്കൂ, ഒരു RN² ഒരു RN പോയി, ബാക്കി ഒരു RN ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ, ഇവിടെ കോമൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കിട്ടും. ആൻഡ് വി വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Rn. ഓക്കെ, അപ്പോൾ ഈ Rn എന്ന് പറഞ്ഞാൽ അതേ ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതെല്ലാം യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ്. ε0 പെർമിറ്റിവിറ്റി ഓഫ് വാക്വം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, മാസ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ഇതൊക്കെയാണ്. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ A0. ആ A0 ഉണ്ടല്ലോ, A0യെ നമ്മൾ പറയുക, A0 ഈസ് കോൾഡ് ബോർസ് റേഡിയസ് എന്നാ പറയുക. ഓക്കെ, ബോർസ് റേഡിയസ്. A0 ഈസ് കോൾഡ് ബോർസ് റേഡിയസ്. ഓക്കെ, ബോർസ് റേഡിയസ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു അതെത്രയാ, 0.53 ആങ്സ്ട്രംസ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.53 ആങ്സ്ട്രംസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്കെ, ദിസ് A0 ഈസ് കോൾഡ് ബോർസ് റേഡിയസ്, റൈറ്റ്. ഓക്കെ, and it is equal to 0.53 angstroms എന്നാണ്. ബോർസ് റേഡിയസ് ഈസ് ഈക്വൽ ടു 0.53 ആങ്സ്ട്രംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് എന്താ പറയുക, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു Rn ഈക്വൽ ടു A0 n². അപ്പോൾ അവിടെ നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n². Okay, radius of the nth orbit is directly proportional to n². ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ഉള്ളത് നോക്കാം. ഇവിടെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ,
അതിൽ വെലോസിറ്റി നമ്മൾ എന്താണോ ആ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് വെലോസിറ്റി കിട്ടുക. അതായത് ഇവിടുന്ന് എന്താ വെലോസിറ്റി വിൽ ബി NH/2πm/r എന്നാണ്. ഓക്കെ, ദാ NH/2πm/r. അതിൽ ആ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് പറഞ്ഞ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഇതാ ഈ സാധനം ε0 h²/πm e²n². ഓക്കെ, ദാ ε0 h²/πm e²n². ഇനി ആ വെലോസിറ്റി ഓഫ് ദി nth ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ NH/2πm എഴുതി. ഇനി ഈ സാധനം ഡിനോമിനേറ്ററിലാണ്, അതായത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഇത് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ അതേ ഇങ്ങനെ കിട്ടി. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്താണെന്നറിയോ, ഈ റേഡിയസ് പ്രപ്പോർഷണൽ ടു n², അതറിഞ്ഞാൽ മതി. മനസ്സിലായി? അല്ലാതെ റേഡിയസിൻ്റെ എക്സ്പ്രഷൻ ചോദിക്കില്ല. റേഡിയസ് പ്രപ്പോർഷണൽ ടു n². ഓക്കെ, A0 n². അതിൽ ആ A0 പറഞ്ഞാൽ ബോസ് റേഡിയസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.53 ആങ്സ്ട്രംസ്. അതേപോലെ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്, ഇതാണ് സംഭവം, e²/2ε0hn. അവിടെ നോക്കൂ, ഇത്രയും സാധനം ഇതൊക്കെ യൂണിവേഴ്സൽ കോൺസ്റ്റൻസാണ്. ഓക്കെ, യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ് അത്രയും. മനസ്സിലായി? ആ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ nth ഓർബിറ്റിലെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് പ്രപ്പോർഷണൽ ടു 1/n. മനസ്സിലായില്ലേ? അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന സ്പീഡിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഓർബിറ്റിൽ. ഫസ്റ്റ് ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നതിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ തേർഡ് ഓർബിറ്റിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഞാൻ ഇതാ ഇവിടെ നോക്കൂ, e²/2ε0h, e²/2ε0h. ഞാനൊരു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിനോമിനേറ്ററിൽ ചേർത്തു, മേലെയും ചേർത്തു, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ, ലെഫ്റ്റ് സൈഡിൽ നോക്കൂ, ഇത് വെലോസിറ്റിയാണ്. ഓക്കെ, ഇത് എന്താ, ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇതെന്താ, ഇത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, ഈ സാധനം എന്താ, ഇതും വെലോസിറ്റിയാണ്. റൈറ്റ്? അപ്പോൾ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കണ്ടേ, ദിസ് ക്വാണ്ടിറ്റി മസ്റ്റ് ബി ഡയമെൻഷൻലെസ്. ഇത് ഡയമെൻഷൻലെസ് ആവണം. എന്താ കാര്യം? ഇവിടെ നോക്കൂ, ഇത് വെലോസിറ്റിയാണ്, ഇതും വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് എന്താ ഡയമെൻഷൻ ഇല്ല, അത് വെറും ഒരു നമ്പറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ബ്രാക്കറ്റ് മസ്റ്റ് ബി എ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. കാരണം എന്താ, അതിനകത്തുള്ള എല്ലാം യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ആൽഫ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ഏത് ക്വാണ്ടിറ്റി ഇൻസൈഡ് ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ വി വിത്ത് സഫിക്സ് n ഈക്വൽ ടു ആൽഫ c/n. ഓക്കെ, ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. അതിൽ ആൽഫ ഈസ് എ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ്, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 1/137. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന സ്പീഡ് പറഞ്ഞാൽ n ഈക്വൽ ടു 1 ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ഓർബിറ്റ്സ്. ആൽഫ 1/137. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക, c/137 കിട്ടും, c/137. ഓക്കെ, c/137. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓർബിറ്റിൽ ഇലക്ട്രോൺ റിവോൾവ്സ് ഓർ മൂവ്സ് ഇൻ ദ ഓർബിറ്റ് വിത്ത് എ സ്പീഡ് 1/137th ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് സംഭവം ഇപ്പം എന്താണെന്നറിയോ, റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു n². വെലോസിറ്റി ഇൻ ദ nth ഓർബിറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 1/n. ഓക്കെ, ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ v/r എന്നാണ്. അപ്പോൾ ഇതേ 1/n-നെ n² കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അപ്പോൾ 1/n³ എന്ന് വരും. അപ്പോൾ ഒമേഗ പ്രപ്പോർഷണൽ ടു 1/n³. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആ. അപ്പോൾ 1/t, 2π കോൺസ്റ്റന്റ്, 2π/t പ്രപ്പോർഷണൽ ടു 1/n³. അപ്പോൾ t പ്രപ്പോർഷണൽ ടു n³ എന്ന് കിട്ടും. ഓക്കെ, 1/t പ്രപ്പോർഷണൽ ടു 1/n³ എന്നാ. അപ്പോൾ t പ്രപ്പോർഷണൽ ടു പീരിയഡ് പ്രപ്പോർഷണൽ ടു n³ എന്ന് വരും. ഫ്രീക്വൻസി പറഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഫ്രീക്വൻസി വിൽ ബി പ്രപ്പോർഷണൽ ടു 1/n³. ഇതാണ് ആ പ്രപ്പോർഷണാലിറ്റിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അതാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താ പറയുക, അടുത്തത് എന്താ നോക്കാം. അതിൽ എനർജി ഓഫ് ഇലക്ട്രോൺ, ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ രണ്ട് പാർട്ടിക്കിളുണ്ട്, 1/4πε0 q1 q2/r. ഓക്കെ, അപ്പോൾ ഇവിടെ +e -e ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -e², പിന്നെന്താ 1/4πε0 rn.
ഓക്കെ, നമ്മൾ കൈനറ്റിക് എനർജി, ഈ കൈനറ്റിക് എനർജി നിങ്ങൾ കാണാൻ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്തില്ലേ, ഇവിടെ നോക്കൂ, mvn² പറഞ്ഞാൽ 1/4πε0 E² ഇതെന്താ? ഇത് mv². അപ്പൊ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഈ mv²ന്റെ പകുതി. മനസ്സിലായില്ല? അപ്പൊ ലെഫ്റ്റിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ 2 ചേർക്കുമ്പോൾ റൈറ്റിലും ഡിനോമിനേറ്ററിൽ 2 ചേർക്കുക. അപ്പോൾ എന്താ? ഈ 4πε0 എന്നുള്ളത് 8πε0 വരും. പിന്നെ ഈ കൈനറ്റിക് എനർജി നെഗറ്റീവ് ആവില്ല. കൈനറ്റിക് എനർജി ഹാഫ് mv² എന്നല്ലേ, പോസിറ്റീവ് മാത്രമേ ആവുള്ളൂ. അപ്പൊ കൈനറ്റിക് എനർജി എന്താ വരിക? E²/8πε0 എന്ന് വരും. ഓക്കെ, E²/8πε0 കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി കിട്ടും. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ ഉള്ളതുണ്ടല്ലോ, ഇവിടെ ഉള്ള ഈ പൊട്ടൻഷ്യൽ എനർജിയുടേത് E²/4πε0 അതിൻ്റെ പകുതിയേ ഇവിടെ ഉള്ളൂ. അതായത് ഇതിപ്പോൾ -x ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ +x/2. -x + x/2 പറഞ്ഞാൽ എന്താ? -x + x/2 പറഞ്ഞാൽ -x/2 വരും. അതായത് കൈനറ്റിക് എനർജി എത്രയാണോ അതിൻ്റെ നെഗറ്റീവാണ് ടോട്ടൽ എനർജി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇതാണ് അതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ En = -E²/4πε0 ഈ Rnന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് ഞാനിവിടെ രണ്ടാമത് എഴുതിയതാണ്. മനസ്സിലല്ലേ? ഈ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇതൊന്നും പഠിക്കാനും നിൽക്കണ്ട, അതിനെക്കുറിച്ചൊന്നും വറീഡാവണ്ട. എന്താ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ എക്സ്പ്രഷൻ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് ഈ R കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന്, അതായത് ഈ സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എനർജി -me⁴. ടോട്ടൽ എനർജി നെഗറ്റീവാണ് കേട്ടോ. അതായത് ഈ എനർജി, ടോട്ടൽ എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ 0യേക്കാൾ കുറവാണെന്നാ. എനർജി നല്ലോണം കുറവാവണം, കാരണം സ്റ്റേബിൾ ആവണമെങ്കിൽ എനർജി കുറയണം എന്നാണല്ലോ. ഓക്കെ, -me⁴ ഡിവൈഡ് ബൈ 8ε0² h²n². ഓക്കെ, ഇത് നമുക്ക് എന്താ കിട്ടുക? -13.6 ഡിവൈഡഡ് ബൈ n² ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, എനർജി. കാരണം ഈ വാല്യൂസ് ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാം യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ്. n മാത്രമേ അവിടെ വേരിയബിൾ ഉള്ളൂ. അപ്പോൾ നമുക്കത് അങ്ങനെ കിട്ടി. ഇനി സി, ആസ് ദി ഇലക്ട്രോൺ മേക്സ് ട്രാൻസിഷൻ ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ, ഡിഫറൻസ് ഇൻ എനർജി വിൽ ബി എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഫോട്ടോൺ. ഇപ്പം സെക്കൻഡ് ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് വരുമ്പോൾ എന്താ? ഡിഫറൻസ് ഇൻ എനർജി വിൽ ബി എമിറ്റഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ ഈ 2, അതായത് എനർജി ഇൻ ദ സെക്കൻഡ് ലെവൽ മൈനസ് എനർജി ഇൻ ദ ഫസ്റ്റ് ലെവൽ. അത് ചെയ്ത് കഴിഞ്ഞാൽ 10.2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. ഓക്കെ, തേർഡും ഫസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 12.09 ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. നെക്സ്റ്റ് ഹൈഡ്രജൻ സ്പെക്ട്രം. അതിൽ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ബൈ ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം when it makes transition from a higher energy level to lower energy level. അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുക. അതിനകത്ത് ഫസ്റ്റ് ലൈമാൻ സീരീസ് ആണ്. അതായത് ദ സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് by an electron when it makes transition to the first level ground state from the higher energy levels. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? 1/λ വരും. അതിൽ ഈ R എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്. And this R, this is equal to 1.09 into 10⁻⁷ meter raised to -1. Okay. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, അത്ര ഉണ്ടാവില്ല സെക്കൻഡും തേർഡും തമ്മിൽ, അത്ര ഉണ്ടാവില്ല തേർഡും ഫോർത്തും തമ്മിൽ. അപ്പോൾ ആ ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, അവസാനം എന്താ? ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂ എന്നല്ലേ നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ്, അതായത് ലൈമാൻ സീരീസിലെ ലൈൻസ് വിൽ ലൈ ഇൻ ദ അൾട്രാ വയലറ്റ് റീജിയൻ. ഓക്കെ, റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n = 2ൽ നിന്ന് 1ലേക്ക് വരുന്നതാണ്. സെക്കൻഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ 3 നിന്ന് 1ലേക്ക് വരുന്നതാണ്. അങ്ങനെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബാമർ സീരീസ് ആണ്. ദാറ്റ് ഈസ് ദ ലൈൻസ് എമിറ്റഡ് ബൈ ദി ഇലക്ട്രോൺ വെൻ ഇറ്റ് മേക്സ് ട്രാൻസിഷൻ ടു ദ സെക്കൻഡ് ലെവൽ ഫ്രം ദ ഹയർ ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വിസിബിൾ റീജിയനില്ല, ഇത് മാത്രമാണ് വിസിബിൾ റീജിയനിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യത്തെ 4 മെമ്പേഴ്സിന് നമ്മൾ പ്രത്യേകം പേര് പറയും. അതിൽ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 3ൽ നിന്ന് 2ലേക്ക് വരുന്നത്, ഇറ്റ്സ് കോൾഡ് H-alpha ലൈൻ. സെക്കൻഡ് മെമ്പർ ഓഫ് ദി ബാമർ സീരീസ്, അത് 4ൽ നിന്ന് 2ലേക്ക് വരുന്നത്, ഇറ്റ്സ് കോൾഡ് H-beta ലൈൻ. തേർഡ് മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ 5ൽ നിന്ന് 2ലേക്ക് വരുന്നത്, ഇറ്റ്സ് കോൾഡ് H-gamma ലൈൻ.
പിന്നെ 6-ൽ നിന്ന് 2-ലേക്ക് വരുന്നത് ഇറ്റ് ഈസ് കോൾഡ് എച്ച് ഡെൽറ്റ ലൈൻ. ഓക്കെ, ഇത് സ്മോൾ ഡെൽറ്റയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഇത് സ്മോൾ ഡെൽറ്റയാണ്, ഇതാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഡെൽറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ബാമർ സീരീസ്. ഇത് മാത്രമാണ് വിസിബിൾ റീജിയനിലുള്ളത്. ഫസ്റ്റ് ലൈമാൻ പറഞ്ഞ അൾട്രാ വയലറ്റ് ആണ്, ബാമർ വിസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലെ ഫസ്റ്റ് 4 മെമ്പേഴ്സിന് പ്രത്യേകം പേര് കൊടുക്കുന്നത്. ഇനി വരാൻ പോകുന്ന എല്ലാം ഇൻഫ്രാറെഡിലാണ്. ഇനി നെക്സ്റ്റ് ഇറ്റ്സ് കോൾഡ് പാഷൻ സീരീസ്. അതായത് നമ്മൾ 3rd ലെവലിലേക്ക് ഹയർ ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ലൈൻസ് ആണ്. ഇതെല്ലാം ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഇനി നെക്സ്റ്റ് ബ്രാക്കറ്റ് സീരീസ് ആണ്. അത് ദ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ബൈ ദ ഇലക്ട്രോൺ വെൻ ഇറ്റ് മേക്സ് ട്രാൻസിഷൻ ടു ദ 4th ലെവൽ. ഓക്കെ, ഫ്രം ദ ഹയർ ലെവൽസ്. അപ്പോൾ ഇതും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. പിന്നെ അടുത്തത് എന്താ, ഫൺ സീരീസ്. ഫൺ സീരീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5th ലെവലിലേക്ക് വരുന്നതാണ്. ഇറ്റ് ഈസ് അഗെയിൻ ഇൻ ദ ഇൻഫ്രാറെഡ്. പിന്നെ അടുത്തത് നമ്മൾ പറയുക ഹഫറി സീരീസ് ആണ്. അതും എന്താ, ഇൻഫ്രാറെഡിലാണ്. ഓക്കെ, 6th ലെവലിലേക്ക് ഹയർ ലെവലിൽ നിന്ന്, അതായത് 6th വരിക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നേ വരുള്ളൂ, 7, 8 അങ്ങനെ ഹയർ ലെവൽസ് നിന്നേ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണ്. ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, He+, അതായത് ഹീലിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിത്തിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെയുള്ള, അതായത് 1 ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റംസ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് പ്രപ്പോർഷണൽ ടു n²/z, അതാണ് നിങ്ങൾ അറിയേണ്ടത്. മനസ്സിലല്ലേ? ഈ എക്സാക്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും. അതേപോലെ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു z/n ആണ്. ആംഗുലർ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു z²/n³ ആണ്. ഓക്കെ, അതായത് ഈ വെലോസിറ്റിയും റേഡിയസും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ വെലോസിറ്റിയെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴെന്താ, നോക്കൂ, റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് z/n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. z/n² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z/n × z/n² എന്താ, z²/n³ വരും. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞാൽ മതി. മനസ്സിലല്ലേ? ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്താ, ഫ്രീക്വൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ പറഞ്ഞ 2π × ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഒമേഗ എന്തിന് പ്രപ്പോർഷണലാവും? അതിന് പ്രപ്പോർഷണലാവും ഫ്രീക്വൻസി, അതിൻ്റെ റെസിപ്രോക്കലാവും ടൈം പീരീഡ്. ഓക്കെ, പിന്നെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദാറ്റ് ഈ എനർജി ഇൻ ദ nth ഓർബിറ്റ് -13.6 z²/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി nth ലെവലിൽ, അപ്പോൾ 4th ലെവലിൽ ഒരു ഇലക്ട്രോൺ എത്ര സ്പെക്ട്രൽ ലൈൻസ് എമിറ്റ് ചെയ്യാം? മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ നിങ്ങൾ n = 4 കൊടുത്താൽ മതി. അപ്പോൾ 4 × 3 എത്രയാണ്? 12/2 പറഞ്ഞാൽ 6. ഇനി 6th ലെവലിലുള്ള ഇലക്ട്രോൺ ആണ് വിചാരിക്കുക. അപ്പോൾ 6 × 5 എത്രയാണ്? 6 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30/2 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? 15 ലൈൻസ് പോസിബിൾ ആണ്. അങ്ങനെ എന്താ, ഈ പോസിബിൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ അയോണൈസേഷൻ എനർജി പറഞ്ഞാൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ആ അയോണൈസേഷൻ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് 13.6 z²/n², ദാറ്റ് മച്ച് ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യരുത്. നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കുക, ആ നോട്ട്സ് നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ ന്യൂക്ലിയസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് അതാണ്, ഈ ബെറീലിയം ബൊംബാർഡഡ് വിത്ത് ആൻ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ആ ബെറീലിയം ഒരു കാർബൺ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. മനസ്സിലാവുണ്ടോ? അതിൻ്റെ കൂടെ ഒരു ന്യൂട്രൽ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അൺഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ചാർജ് ഇല്ല. ഓക്കെ, ആൻഡ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് ന്യൂട്രോൺ. ഈ ന്യൂട്രോൺ പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് അത് സ്റ്റേബിളാണ്, പക്ഷേ ന്യൂക്ലിയസിന് പുറത്ത് അത് എന്താ, അൺസ്റ്റേബിൾ ആണ്. ഇറ്റ് വിൽ ഡിസിൻറ്റഗ്രേറ്റ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ വിത്ത് എ ഹാഫ് ലൈഫ് ഓഫ് 12 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ന്യൂട്രോൺ ഉണ്ട്. അത് ഇതൊരു എന്താ പറയുക, ഹൈഡ്രജൻ ന്യൂക്ലിയസ് ആണ്. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ. ഹൈഡ്രജൻ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. പിന്നെ ഒരു എന്താ പറയുക, ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, പിന്നെന്താ, ദിസ് ഈസ് എ പാർട്ടിക്കിൾ, ഇറ്റ്സ് കോൾഡ് ആൻറ്റി ന്യൂട്രിനോ, ന്യൂ ബാർ. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിൽ ഈ ഡിസ്കവറി ഓഫ് ന്യൂട്രോണിന് നമ്മളുടെ ഷാഡ്വിക് വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ്. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് ചോദിക്കില്ല, പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ പറയാം, ഇതിൽ സൈസ് ഓഫ് ന്യൂക്ലിയസ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷേ ചോദ്യം വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതിനകത്ത് നോക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എലിമെൻറ്റിൻ്റെ ന്യൂക്ലിയസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്, XZA. Z പറഞ്ഞാൽ അറ്റമിക് നമ്പറാണ്, A പറഞ്ഞാൽ മാസ് നമ്പറാണ്, എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ സിമ്പലാണ്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ H, ഹീലിയം ആണെങ്കിൽ H. ഇതൊന്നും
ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എ പറഞ്ഞാൽ മാസ് നമ്പർ, സെഡ് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് directly proportional to the number of nucleons എന്നാണ്. അതായത് മാസ് നമ്പറിന് പ്രൊപ്പോർഷനല്ല ആയിരിക്കുമല്ലോ. കാരണം ഈ ന്യൂക്ലിയസിനകത്തുള്ള ന്യൂക്ലിയോൺസ് അല്ലേ. ന്യൂക്ലിയോൺസിന്റെ എണ്ണം കൂടുതലാണെങ്കിൽ എന്താ ന്യൂക്ലിയസ് വലുത് വേണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ഈക്വൽ ടു എ പ്രൊപ്പോർഷണൽ ടു എ ആണ്. അപ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എ റേസ് ടു 1/3 എന്ന് വരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു ആകുമ്പോൾ ആർ ഈക്വൽ ടു R0 എ റേസ് ടു 1/3 എന്നാണ്. അതിൽ ഈ R0യെ നമ്മളൊരു പ്രത്യേക പേര് പറയും, ന്യൂക്ലിയർ യൂണിറ്റ് റേഡിയസ്. മനസ്സിലാവുണ്ടോ? ഇതൊരു തവണ ചോദിച്ചതാ. ഓക്കെ, ഒരു തവണയല്ല പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ R0യുടെ വാല്യൂ 1.1 × 10⁻⁻15 മീറ്ററാണ്. 10⁻⁻15 മീറ്ററിനെയാണ് നമ്മൾ ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണെന്നറിയാമോ? ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ്. അതിൽ മാസ് നമ്പർ എ ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ AMU ആണ്. ഒരു AMU പറഞ്ഞാൽ 1/12 ഓഫ് ദി മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ AMU, കാരണം ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ എ ആണ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാമെന്ന്, ഈ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ എ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാസ് എന്താ? AMU വരും. ഒരു AMU പറഞ്ഞാൽ 1.66 × 10⁻⁻27. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബാണ്. ഓക്കെ, അതിൽ ആർ എന്ന് പറഞ്ഞാൽ R0 എ റേസ് ടു 1/3 ആണ്. ഓക്കെ, ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് ബൈ വോളിയം. മാസ് എന്ന് പറഞ്ഞാൽ AMUവിനെ കിലോഗ്രാം ആക്കാൻ നമ്മളുടെ 1.66 × 10⁻⁻27 മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിൽ 4/3 പൈ ആർ ക്യൂബ്. നോക്കൂ, മേലെ മാസ് നമ്പർ എ ഉണ്ട്, താഴെ എ റേസ് ടു 1/3 ഹോൾ ക്യൂബാ. അതെന്താ? അത് എ വരും. ഓക്കെ, എയും കട്ട് ചെയ്ത് കളയാം. മനസ്സിലല്ലേ? അതായത് ഈ ഡെൻസിറ്റി നമ്മൾ ഏത് ന്യൂക്ലിയസിന്റെ കാണുകയാണെങ്കിലും മേലെയും താഴെ എ വരും, കട്ടായി പോകും. അതായത് ഏത് ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ആണെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യില്ല. എല്ലാ ന്യൂക്ലിയസിനും ഒരേ ഡെൻസിറ്റിയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 2.97 × 10⁻17 ആണ്. നമ്മുടെ എർത്തിൻ്റെ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയോ? എർത്തിൻ്റെ ഡെൻസിറ്റി 5.5 × 10⁻³ കിലോഗ്രാം പിന്നെന്താ മീറ്റർ റേസ് ടു -3 ആണ്. ഇതാണ് എർത്തിൻ്റെ ഡെൻസിറ്റി. എർത്തിൻ്റെ ഡെൻസിറ്റി ആയി അവിടെ നോക്കൂ, 10⁻³ വരുന്നുള്ളൂ. ഇവിടെ 10⁻17 10⁻14 ടൈംസ് എന്താ കൂടുതലാണ് ഇവിടെ. 10⁻14 എന്ന് പറഞ്ഞാൽ 10⁻7 × 10⁻7 ആണ്. അതായത് 10⁻7 പറഞ്ഞാൽ 1 കോടിയാണ്. എർത്തിൻ്റെ ഡെൻസിറ്റിയുടെ 1 കോടി ടൈംസ് ഡെൻസിറ്റി ഉള്ള ഒരു സാധനം. അതിൻ്റെ 1 കോടി ടൈംസ് ഡെൻസിറ്റിയാണ് ആർക്കുള്ളത്? ഈ ന്യൂക്ലിയസിനുള്ളത്. ഇനി എന്താണ്? ഈ ഡെൻസിറ്റി കൂടണമെങ്കിൽ ഒന്നുകിൽ മാസ് കൂടണം അല്ലെങ്കിൽ വോളിയം കുറയണം. ഈ മാസ് കൂടുക എന്ന് പറഞ്ഞാൽ മാസ് ഇവിടെ കൂടുതലല്ല, 10⁻⁻27 എന്ന് പറഞ്ഞാൽ മാസ് വളരെ കുറവാണ്. മനസ്സിലല്ലേ? നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും കുറവാണ് മാസ്. അപ്പോൾ പിന്നെ ഡെൻസിറ്റി കൂടുന്നത് എന്തുകൊണ്ടാണ്? ഡെൻസിറ്റി നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. അപ്പോൾ ആ ഹൈ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഈസ് ഓൺലി ഡ്യൂ ടു ആൻ എക്സ്ട്രീംലി സ്മോൾ വോളിയം. അത്രമാത്രം ചെറിയ വോളിയത്തിലാണ് ഈ ചെറിയ മാസ് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലല്ലേ? ദിസ് ഹൈ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഷോസ് ദി കോമ്പാക്ട്നെസ് ഓഫ് ദ ന്യൂക്ലിയസ് എന്നാണ്. മനസ്സിലായി? അത്രമാത്രം എന്താ ടൈറ്റ് ആയിട്ടാണ്, അത്രമാത്രം കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ന്യൂക്ലിയസിൻ്റെ പാക്കിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്താ? ഇനി ഇതെന്താണെന്നറിയാം, നമ്മളിപ്പോൾ പിന്നെ മാസ് എനർജി റിലേഷൻ, അതിൽ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ ഇക്വലൻ മാസ് ഈസ് ഇക്വലൻ ടു എനർജി ഉണ്ടല്ലോ. അതിൽ എം മാസ് ഈസ് ഇക്വലൻ ടു എനർജി ഓഫ് mc². അപ്പോൾ നമുക്ക് ΔM മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി ΔM × c² ആണ്. c ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം. ഓക്കെ, അപ്പോൾ ഈ ΔM എന്ന് പറയുന്ന ഒരു AMU ആണ് വിചാരിക്കുക, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജി എത്രയാണ്? മനസ്സിലായി? കാരണം നമ്മൾ ഈ മോഡേൺ ഫിസിക്സിൽ മാസ് എക്സ്പ്രസ് ചെയ്യുന്ന AMUവിലും എനർജി എക്സ്പ്രസ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലുമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. ഒരു AMU പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻ ടു ഹൗ മച്ച് എനർജി? എത്ര എനർജിക്ക് ഇക്വലൻ്റ് ആണ്? അത് നമുക്ക് നോക്കാം. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമ്മൾ c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എനർജി ഇൻ ജൂൾ. അതിന് ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടുന്നത് 931.5 × 10⁻6 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്.
10⁻6 ഇലക്ട്രോൺ വോൾട്ട് പറഞ്ഞാൽ അതൊരു മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഒരു AMU പറഞ്ഞാൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത് നേരത്തെ ഇതന്നെ ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിക്കാവുന്നതാണ്. ഇനി മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് എന്താണെന്നറിയാമോ? അടുത്തത് നമ്മൾ ഈ അറ്റോമിക് മാസ് സാധാരണ എങ്ങനെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി വെയ്റ്റഡ് ആവറേജ് എന്നാണ്. ഇപ്പം നമ്മളൊരു സാമ്പിൾ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 75.4% ക്ലോറിന് 34.98 ആണ് AMU. ബാക്കിയുള്ള 24.6% എന്താ 36.98 AMU ആണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു സാമ്പിളിൽ ഒരു 1000 ക്ലോറിൻ മോളിക്യൂൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. അതിൽ 754 ഓൺ ദി ആവറേജ് എന്താ ഈ മാസ് 34.98 AMU ഉള്ള ഐസോട്ടോപ്പ് ആവും. ഓക്കെ, ബാക്കി 246 1000ലാണ് പറയുന്നത്. മനസ്സിലായില്ലേ? എന്താ ഈ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36.98 ആവും. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ആണ് നമ്മൾ സാധാരണ ഈ എന്താ പറയുക അറ്റോമിക് മാസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അത് നമ്മളിതേ 75.4. ഓക്കെ, അതായത് ആക്ച്വലി കാണുക എന്താണെന്നറിയോ, N1 M1 പ്ലസ് N2 M2 ഡിവൈഡ് ബൈ N1 പ്ലസ് N2 தான். ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 754. ഓക്കെ, ഇൻറ്റു ഇത് 246 ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ 1000 കൊടുത്താൽ മതി. അല്ലെങ്കിൽ 75.4 ഇൻറ്റു ഇത് 24.6 ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ 100 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ വെയ്റ്റഡ് ആവറേജ് കിട്ടും. ദിസ് ഈസ് ദ വേ ടു ഫൈൻഡ് ദ വെയ്റ്റഡ് ആവറേജ് ഓഫ് അറ്റോമിക് മാസ്. പിന്നെ അടുത്തത് നമ്മൾ മാസ് ഡിഫക്റ്റാണ്. ഇതിപ്പോൾ എന്താ അറിയോ, നമ്മളിപ്പോൾ ഈ സാധനം ന്യൂക്ലിയസ് ഇങ്ങനെ കാണുമ്പോൾ ആ എലിമെൻറ്റിൻ്റെ കെമിക്കൽ സിമ്പലാണ് X, അതിൻ്റെ അറ്റോമിക് നമ്പറാണ് Z, മാസ് നമ്പറാണ് A. അപ്പോൾ അതിനകത്ത് Z എന്തുണ്ടാവും? പ്രോട്ടോൺസ് ഉണ്ടാവും. A മൈനസ് Z ന്യൂട്രോൺസ് ഉണ്ടാവും. Z പ്രോട്ടോൺസ് ആൻഡ് A മൈനസ് Z ന്യൂട്രോൺസ്. അപ്പോൾ ആ ന്യൂക്ലിയസ് ഉണ്ടാക്കിയിരിക്കുന്നത് Z പ്രോട്ടോൺസ് കൊണ്ടും A മൈനസ് Z ന്യൂട്രോൺസ് കൊണ്ടാണ്. അപ്പോൾ ആ ന്യൂക്ലിയസിന് ശരിക്കും എത്ര വേണം? ആ Z പ്രോട്ടോൺസിൻ്റെയും A മൈനസ് Z ന്യൂട്രോൺസിൻ്റെയും മാസ് ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവുമോ അത്ര ഉണ്ടാവണം. പക്ഷേ ഈ ന്യൂക്ലിയസ് ഫോം ചെയ്തിട്ട് നമ്മൾ ആ ന്യൂക്ലിയസിൻ്റെ മാസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയോൺസിൻ്റെ മാസ് കൂട്ടിയാൽ കിട്ടുന്നതിനേക്കാൾ അല്പം കുറവായിരിക്കും. ആ കുറവുണ്ടല്ലോ അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുക. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ആ കുറഞ്ഞ മാസ് ഉണ്ടല്ലോ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലല്ല? ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ബൈൻഡിങ് എനർജി എന്നാ. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ന്യൂക്ലിയോൺസിനെ ബൈൻഡ് ചെയ്ത് ആ ന്യൂക്ലിയസിനകത്ത് നിർത്തിയിരിക്കുന്നത്. ഇതാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ഈ ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZMP, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് പ്രോട്ടോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ന്യൂട്രോൺ. അതാണ് മാസ് ഓഫ് ദ ന്യൂക്ലിയോൺസ്. മനസ്സിലാവുണ്ടോ? പക്ഷെ ആ ന്യൂക്ലിയസിന് അത്രയും മാസ് ഉണ്ടാവില്ല. മാസ് എം വിത്ത് സഫിക്സ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദി എലിമെന്റ് X എന്നാണ്. ഈ N സ്റ്റാൻഡ്സ് ഫോർ ന്യൂക്ലിയസ്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ? ഇതാ ഇവിടെ ഞാൻ ഈ ZMP ഉണ്ട്, അറ്റോമിക് നമ്പർ, പിന്നെ ദ മാസ് ഓഫ് പ്രോട്ടോൺ ഉണ്ട്. ഓക്കെ, അവിടെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു ZME കൂടെ, അതായത് അത്രയും ഇലക്ട്രോൺസിന്റെ മാസ് കൂടെ ആഡ് ചെയ്തു. അപ്പൊ ZMP പ്ലസ് ZME. നോക്കൂ, ZMP പ്ലസ് ZME. അപ്പൊ ZME അവിടെ ഇല്ലാത്തതാണ്, അത് ഞാൻ ആഡ് ചെയ്തതാ. അപ്പൊ അത് എന്താ കളയാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് ZME ഇതാ, മൈനസ് ഓഫ് ZME അത് വേണം. ഓക്കെ, ഇനി മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ Z ഇൻറ്റു മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന്, അതാണ് ഇതാ Z ഇൻറ്റു മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, പിന്നെ A മൈനസ് Z ഇൻറ്റു മാസ് ഓഫ് ന്യൂട്രോൺ, പ്രശ്നമില്ല. പിന്നെ ഇവിടെ എന്താ? ഇവിടെ മാസ് ഓഫ് ദി ന്യൂക്ലിയസ് ഓഫ് X, ന്യൂക്ലിയസിന്റെ മാസ് ഉണ്ട്. പിന്നെന്താ ഉള്ളത് നോക്കൂ, ഇതിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിന്റെ മാസും ഉണ്ട്. ഇവിടെ അറ്റോമിക് നമ്പർ Z ആണ് ഇതിൻ്റെ, അത്രയും ഇലക്ട്രോണും, അതായത് ന്യൂക്ലിയസിന്റെ മാസ് പ്ലസ് ഇലക്ട്രോണിന്റെ മാസ്. ന്യൂക്ലിയസും ഇലക്ട്രോണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? ആറ്റം ആയില്ലേ? അപ്പോൾ ആ X എന്നുള്ള ആറ്റത്തിന്റെ മാസാണത്. ഓക്കെ, അപ്പോൾ അതേ മാസ് ഓഫ് X. ഓക്കെ, അപ്പോൾ ഈ ബൈൻഡിങ് എനർജി പറഞ്ഞാൽ ഡെൽറ്റ M(c²). ഇത് ബൈൻഡിങ്, ഇത് എന്താ പറയുക, മാസ് ഡിഫക്റ്റ് ആണ്. ദിസ് ഈസ് മാസ് ഡിഫക്റ്റ്. ആ മാസ് ഡിഫക്റ്റിന് വേറൊരു ഫോർമുലയാണിത്. ഇതും മാസ് ഡിഫക്റ്റ് ആണ്. അപ്പോൾ അത് ചോദിക്കാം. മനസ്സിലല്ലേ? ആൻഡ് മാസ് ഡിഫക്റ്റിന് ഈക്വൽ ഉണ്ടായിട്ടുള്ള എനർജിയാണ് നമ്മൾ ബൈൻഡിങ് എനർജി പറയുക. ഓക്കെ, ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓക്കെ എന്താ
ഈസ് എ മെഷർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്നാ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെങ്കിൽ ദാറ്റ് ന്യൂക്ലിയസ് വിൽ ബി മോർ സ്റ്റേബിൾ. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യം. ഇനി ഈ ഡെൽറ്റ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാസ് ഡിഫക്റ്റ് AMUയിൽ കിട്ടിക്കഴിഞ്ഞാൽ ബൈൻഡിങ് എനർജി കാണാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു AMU പറഞ്ഞാൽ 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഡെൽറ്റ എം AMUയിലാണെങ്കിൽ നേരിട്ട് കാണാൻ പറ്റും നമുക്ക് ബൈൻഡിങ് എനർജി. പിന്നെ വേറൊന്ന് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ബൈൻഡിങ് എനർജി ഡിവൈഡ് ബൈ മാസ് നമ്പർ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്. പിന്നെ വേറൊരു സാധനം PF എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ഫ്രാക്ഷൻ എന്നാണ്. And it is the mass defect per nucleon. Okay, it is called packing fraction. നമ്മൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് എ മെഷർ ഓഫ് ദി സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അതായത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുതലാണെങ്കിൽ ആ ന്യൂക്ലിയസ് വിൽ ബി മോർ സ്റ്റേബിൾ. പക്ഷേ ഈ ബൈൻഡിങ് എനർജി ഈസ് നോട്ട് ദ ഓൺലി ക്വാണ്ടിറ്റി ദാറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ്. സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ ഫാക്ടേഴ്സ്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഒരേ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള ന്യൂക്ലിയസ് എടുത്തു വിചാരിക്കുക, 2 ന്യൂക്ലിയസ് എടുത്തു വിചാരിക്കുക. അതിൽ തന്നെ ഈ പ്രോട്ടോൺ ന്യൂട്രോണിൻ്റെ എണ്ണം ഉണ്ടല്ലോ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം, 2ൻ്റെ എണ്ണം ഓഡ് നമ്പറാണ് വിചാരിക്കുക. അങ്ങനെയുള്ള ന്യൂക്ലിയൈ ആർ ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി കുറവാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണൊക്കെ ഉണ്ട്, പക്ഷേ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓഡ് നമ്പറാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓഡ് നമ്പർ ആണെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ന്യൂക്ലിയൈ ആർ ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ ഈ ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് നമ്മൾ അത്ര ഒരു മര്യാദയല്ല എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആർ ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, ആർ ഫൗണ്ട് ടു ബി ലെസ് സ്റ്റേബിൾ. ഓക്കെ, ലെസ് സ്റ്റേബിൾ. മനസ്സിലാവുണ്ടോ? പിന്നെ പിന്നെ നമുക്ക് ഈവൺ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. പിന്നെന്താ ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഈവൺ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അത് ഈ ഓഡ് പെയറിനേക്കാൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. മനസ്സിലായില്ലേ? ഇത് ഒരേ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വന്നു കഴിഞ്ഞാലുള്ള കേസാണ് പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഈവൻ ദോ ദാറ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് എ മെഷർ ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയസ്. മനസ്സിലല്ലേ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് മാത്രമല്ല സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. മനസ്സിലല്ലേ? പിന്നെ ദർ ആർ എ ലോട്ട് ഓഫ് അതർ ഫാക്ടേഴ്സ്. അതിൽ ഒരു കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈവൺ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഓഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഈവൺ നമ്പർ ഓഫ് ന്യൂട്രോൺസ്, അങ്ങനെ വന്നാൽ അല്പം കൂടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. മനസ്സിലായില്ല? പക്ഷേ ഈവൺ ആണ് വിചാരിക്കുക. പ്രോട്ടോണിൻ്റെ എണ്ണോ ഈവൺ നമ്പറാണ്, ന്യൂട്രോണിൻ്റെ എണ്ണോ ഈവൺ നമ്പറാണ്. അപ്പോൾ ഒരു സിമെട്രി ഉണ്ടാവുമല്ലോ, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ന്യൂക്ലിയർ ആർ ഫൗണ്ട്സ് ടു ബി മോസ്റ്റ് സ്റ്റേബിൾ. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് നോക്കാം. ഇത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ്. 2 റിയാക്ഷൻ, ന്യൂക്ലിയർ ഫിഷൻ, അതായത് ഒരു ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയർ, മാസ് കുറഞ്ഞ ന്യൂക്ലിയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും വിത്ത് ദ ലിബറേഷൻ ഓഫ് സം എനർജി. ഓക്കെ, അതിൽ ഇവിടെ യുറേനിയം 235 ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ബൊംബാർഡഡ് വിത്ത് എ ന്യൂട്രോൺ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ ന്യൂട്രോൺ അബ്സോർബ് ചെയ്ത് ഇറ്റ് വിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ആസ് യുറേനിയം 236. അത് പിന്നെ ഡിവൈഡ് ചെയ്യും ബേരിയം ആൻഡ് ക്രിപ്റ്റോൺ ആയിട്ട്. മനസ്സിലായില്ലേ? വിത്ത് ദ റിലീസ് ഓഫ് 3 ന്യൂട്രോൺസ്. അപ്പോൾ ഈ ന്യൂട്രോൺസ് യൂഷ്വലി ഫാസ്റ്റ് മൂവിങ് ആവും ആൻഡ് റിലീസ് ചെയ്യുന്ന എനർജി ഉണ്ട്. അപ്പോൾ ഈ ഫിഷൻ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ പുറത്ത് വരുന്ന ന്യൂട്രോൺ ഉണ്ടല്ലോ, അതൊക്കെ ഫാസ്റ്റ് മൂവിങ്ങാണ്. അപ്പോൾ ഈ ന്യൂട്രോൺ സാധാരണഗതിയിൽ ആ യുറേനിയം ബ്ലോക്കിൽ നിന്ന് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോവുക. ആ വരുന്ന ഓരോ ന്യൂട്രോണിൻ്റെയും എനർജി 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഇത് NCERT ബുക്കിലുള്ള വാല്യൂവാണ്. മാത്രമല്ല ഇതുവരെ നമ്മൾ ചോദിച്ചു ഓരോ ന്യൂട്രോണിൻ്റെ എനർജി എത്രയാവുമെന്ന്. മനസ്സിലായില്ലേ? ഓരോ ന്യൂട്രോണിൻ്റെയും എനർജി കൈനറ്റിക് എനർജിയാണ് 2 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. മനസ്സിലായില്ലേ? അതിൽ ഇവിടെ നോക്കൂ, ഇതിപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഈ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് മാസ് നമ്പറാണ്, വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഫിഷൻ ഈൽഡാണ്. ഓക്കെ, ഫിഷൻ ഈൽഡ്. അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം എന്താണെന്ന്, ഇപ്പം ഈ 236 240 പിടിച്ചോ, 236 അപ്രോക്സിമേറ്റ്ലി 240, അതിനെ 2 പകുതിയാക്കുകയാണെങ്കിൽ എന്താ വരിക? 120.
അപ്പോൾ നോക്കൂ, അപ്പോൾ ഇത് ഈ റേഞ്ചിൽ കിടക്കും. ഇത് കണ്ടോ, ഇവിടെ ഇതാ 120 ആണ്. അതായത് ഒരു ന്യൂക്ലിയസ് 2 ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യത, പ്രോബബിലിറ്റിയാണ് വൈ ആക്സിസിൽ. അത് നോക്കൂ, അത് മിനിമം ആണ്. അപ്പോൾ ഒരു ഹെവി ന്യൂക്ലിയസ് 2 ഈക്വൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏതാ? ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഒന്ന് ദേ ഇവിടെയാണ്. നോക്കൂ, 90 കഴിഞ്ഞ്, ഓക്കെ, 90യോട് അടുത്ത്. പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇത് ഇവിടെയാണ്, 140യോട് അടുത്ത്. അത് കണ്ട, ദാ ഈ 240 അല്ലെങ്കിൽ 236 140 ഉള്ള ഒരെണ്ണവും അതുപോലെ 90യോട് അടുത്തുള്ള ഒരെണ്ണം ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 ന്യൂക്ലിയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഈ ഫിഷൻ ഈൽഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയാണ്, സാധ്യതയാണ്. അതാണ് വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ മാസ് നമ്പർ ആണ്. അപ്പം 2 പകുതിയായിട്ട്, അതാ ഇപ്പം 236 അല്ലേ എവിടെയുള്ള, ഏകദേശം 240, പകുതി പറഞ്ഞാൽ 120, സാധ്യത വളരെ കുറവാണ്. മനസ്സിലല്ലേ? ഇവിടെ ഈ 90യിലും അതുപോലെ 140യിലും ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ നമ്മൾ അറിയേണ്ടത് എന്താണെന്നറിയോ? പിന്നെ എന്താ, ഈ ന്യൂക്ലിയർ ഫിഷൻ്റെ ആപ്ലിക്കേഷനാണ് ന്യൂക്ലിയർ റിയാക്ടർ. അതായത് ഈ ഡിവൈസ് ഇൻ വിച്ച് ന്യൂക്ലിയർ ഫിഷൻ വിൽ പ്രൊസീഡ് ഇൻ എ കൺട്രോൾഡ് മാനർ. ഓക്കെ, അതായത് നമുക്ക് കൺട്രോൾ ഉണ്ട്. അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷൻ റിയാക്ഷൻ നടത്തുന്ന ഒരു ഡിവൈസ്, അതാണ് ന്യൂക്ലിയർ റിയാക്ടർ. അതിനകത്ത് നിങ്ങൾ അറിയേണ്ടത് ന്യൂക്ലിയർ ഫ്യൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ യുറേനിയം 235 ആണ് യൂസ് ചെയ്യുക. പിന്നെ മോഡറേറ്റർ പറഞ്ഞാൽ ഈ ഒരു ഫിഷൻ കഴിഞ്ഞാൽ 3 ന്യൂട്രോൺ പുറത്തു വരും. സാധാരണഗതിയിൽ ആ ന്യൂട്രോൺ ഈ യുറേനിയം ബ്ലോക്കിൽ നിന്ന് അങ്ങ് തെറിച്ചു പോകും, എസ്കേപ്പ് ചെയ്യും. കാരണം ഈ ഇനിയുള്ള യുറേനിയം 235നെ ഫിഷൻ നടത്തണമെങ്കിൽ ന്യൂട്രോൺ വേണം. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്ത ന്യൂട്രോണിനെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്താൽ അടുത്ത ഫിഷന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഈ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ മോഡറേറ്റേഴ്സ് എന്ന് പറയുക. അതിന് നിങ്ങൾക്ക് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യാം, അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഹെവി വാട്ടർ യൂസ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ഗ്രാഫൈറ്റും ഹെവി വാട്ടറും മോഡറേറ്റേഴ്സ് ആണ്. ആൻഡ് ദേ ആർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു സ്ലോ ഡൗൺ ഫാസ്റ്റ് മൂവിങ് ന്യൂട്രോൺസ്. ഓക്കെ, പിന്നെയുള്ളത് കൺട്രോൾ റോഡ്സ് ആണ്. അതായത് നമ്മൾ ഈ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് പിന്നെ ഉള്ള ഫിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേജിൽ 3 ന്യൂട്രോൺ വരും. പിന്നെ ഈ 3 ന്യൂട്രോണും ഫിഷൻ നടത്തി കഴിഞ്ഞാൽ ഓരോന്നും ഫർദർ 3 ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് അടുത്ത സ്റ്റേജിൽ 9 എണ്ണം വരും, അടുത്ത സ്റ്റേജിൽ 27 എണ്ണം വരും. മനസ്സിലായില്ലേ? ഓരോ ഫിഷനിലും 200 മെഗാവോൾട്ട് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു പോയി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. മനസ്സിലായില്ലേ? അപ്പോൾ പലപ്പോഴും നമുക്കിതൊരു കൺട്രോൾ ചെയ്യേണ്ടി വരും, ഇതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ന്യൂട്രോൺസിനെ നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റിയാക്ഷൻ ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ്സിനെയാണ് നമ്മൾ കൺട്രോൾഡ് റോഡ്സ് എന്ന് പറയുക. ബോറോൺ റോഡ്സ് യൂസ് ചെയ്യാം, കാഡ്മിയം റോഡ്സ് യൂസ് ചെയ്യാം. അതാണ് കൺട്രോൾഡ് റോഡ്സ്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ടു അബ്സോർബ് ന്യൂട്രോൺസ്. മനസ്സിലായില്ലേ? പിന്നെയുള്ളത് കൂളൻ്റ്, അതായത് ഭയങ്കര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്യണം. ഓക്കെ, അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീം ഉണ്ടാക്കും. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൺ ടർബൈൻസ്. അതാണ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്യാം, ഹെവി വാട്ടർ യൂസ് ചെയ്യാം, ലിക്വിഡ് സോഡിയം യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് കൂളൻ്റ്. ഇവിടെ കൺട്രോൾ റോഡ്സ് എന്ന് പറഞ്ഞാൽ കാഡ്മിയം ഓർ ബോറോൺ റോഡ്സ്. ഓക്കെ, പിന്നെ പ്രൊട്ടക്റ്റീവ് ഷീൽഡ്. ഇതിനകത്ത് കുറേ ഹാംഫുൾ റേഡിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ന്യൂക്ലിയർ റിയാക്ടർ പ്ലാന്റിന് അടുത്തൊക്കെ താമസിക്കുന്ന പാവപ്പെട്ടവരുണ്ടാവും. അവരെയൊന്നും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, നമ്മളെന്നല്ല ആരും ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും, അതായത് മനുഷ്യന്മാരെ മാത്രമല്ല എല്ലാ ജീവനുള്ള സാധനങ്ങളെയൊക്കെ, മനസ്സിലായില്ലേ? ബയോളജിയിൽ എന്താ പറയുക, പോട്ടെ. അപ്പോൾ അതിനകത്ത് നമ്മൾ the surroundings are to be protected from harmful radiations. മനസ്സിലല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് യൂസ് ചെയ്യണം. യൂഷ്വലി നമ്മൾ തിക്ക് കോൺക്രീറ്റ് വാൾസ് വിൽ ബി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ റിയാക്ടറിലുള്ളത്. പിന്നെ ഉള്ളത് എന്താണെന്നറിയോ? പിന്നെ ഇതിനകത്ത് ന്യൂക്ലിയർ റിയാക്ടറിൽ വേറെ ക്രിട്ടിക്കൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ഇഫ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ്സ് ഇൻ എ യുറേനിയം ബ്ലോക്ക്, ഒരു യുറേനിയം ബ്ലോക്ക്, അതിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ലോസ്റ്റ് പെർ സെക്കൻഡ്സ്. അങ്ങനെയാണ് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ദ സൈസ് ഓഫ് ദാറ്റ് യുറേനിയം ബ്ലോക്ക് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ സൈസ് ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ മാസ്.
ഓക്കെ, ഇനിയിപ്പോഴെന്താണോ കെ ഫാക്ടർ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ ഫാക്ടർ എന്നാ. ഓക്കെ, അതെന്താണെന്ന് അറിയാം, ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഫിഷൻ ബൈ എ ഗിവൺ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ്, ഓക്കെ, ടു ദി നമ്പർ ഓഫ് ഫിഷൻ ബൈ ദ പ്രിസീഡിങ് ജനറേഷൻ. ഇപ്പോൾ ഉള്ള ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത ഫിഷൻ ഡിവൈഡഡ് ബൈ തൊട്ട് മുമ്പേ ഉള്ള ജനറേഷൻ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് ഫിഷൻസ്, അതിനെ നമ്മൾ കെ ഫാക്ടർ എന്ന് പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് അതിനെ റീപ്രൊഡക്ഷൻ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ സാധാരണ ന്യൂക്ലിയർ റിയാക്ടറിൽ ദിസ് റീപ്രൊഡക്ഷൻ ഫാക്ടർ വിൽ ബി കെപ്റ്റ് ക്ലോസ് ടു യൂണിറ്റി, അതായത് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ ഇങ്ങനെ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് എന്താ വിൽ ബി കെപ്റ്റ് യൂണിറ്റി. അതാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ പിന്നെ നിങ്ങൾ അറിയേണ്ടത്. പിന്നെ അടുത്തത് എന്താ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ദിസ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ടു ലൈറ്റർ ന്യൂക്ലിയൈ, മാസ് കുറഞ്ഞ രണ്ട് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്തിട്ട് മാസ് കൂടിയ ഒരെണ്ണാവും ഫ്യൂസ് ടുഗദർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മറ്റത് ഫിഷനാണ്, സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ എന്താണ് നോക്കൂ, ഇവിടെ ഇതെന്താ, ദിസ് ഈസ് എ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ്. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറും വിത്ത് ദ ലിബറേഷൻ ഓഫ് സം എനർജി. അതെത്രയാ, 24 മെഗാ ഇലക്ട്രോൺ വോൾട്ടാ. നിങ്ങൾക്കറിയാമോ, ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് എനർജി. സോ ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് സോളാർ എനർജി. സണ്ണിലെ എനർജി ഉണ്ടാവുന്നത് ഇതാ. ഇനി വേറൊരു വിശേഷം കൂടെ ഉണ്ട്. അതായത് ഇവിടെ നോക്കൂ, 24 മെഗാ ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നേരെ മറിച്ച് എന്താ പറയുക, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശകളെ അല്ല. അവിടെ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്. പക്ഷേ അതല്ല കാര്യം. ഈ 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മാസ് എത്രയാണെന്നറിയോ? 236 ആണ്. 236 AMU. അതായത് 236 AMUയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജി 200 ആണ്. അത് ഒരു AMUയിൽ നിന്ന് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടുകയാണെങ്കിൽ 236ന് 236 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടണം. അത് കിട്ടുന്നില്ല, 200 കിട്ടുന്നുള്ളൂ. മനസ്സിലല്ലേ? മറ്റത് അതായത് ഇവിടെ ഒരു AMUയിൽ നിന്ന് 1 മെഗാ വോൾട്ടിൽ കുറവേ കിട്ടുന്നുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്താ, ഇവിടെ ആകെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നോക്കൂ, 4 AMU ആണ്. അതിൽ നിന്ന് 24 കിട്ടുന്നുണ്ട്. അതായത് ഒരു AMUയിൽ നിന്ന് 6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാരകം. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് എന്താ പറയുക, എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് സോളാർ എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത്. ഇത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അത് ചെയ്യാനുള്ള ടൂൾ ഇതിനകത്തുണ്ടാവും. എടുക്കുക, അപ്ലൈ ചെയ്യുക. താങ്ക് യു.